ഈ ഒരു വീഡിയോയിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് BJTയും അതേപോലെ തന്നെ ഒരു ബയസ്ഡ് സ്റ്റേറ്റ് ഓഫ് BJTയും നമുക്ക് കാണാം. ഫസ്റ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ് കാണേണ്ടത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു NPN ട്രാൻസിസ്റ്ററാണ്. ഇതിനകത്തൊരു എമിറ്റർ ഉണ്ട് വിച്ച് ഇസ് ഹെവിലി ഡോപ്ഡ്, മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ബേസും അതേപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള കളക്ടറും. ഓക്കെ, ഇനി ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളിതിനെ 2 ഡയോഡ്സ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു PN ജംഗ്ഷൻ, പിന്നെ ഇതൊരു PN ജംഗ്ഷൻ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ PN ജംഗ്ഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു PN ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇനീഷ്യലി ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാണും 2 സൈഡ്സ് തമ്മിൽ. അപ്പോൾ എന്ത് പറ്റും? പ്രോസസ്സ് ഓഫ് ഡിഫ്യൂസ് ചെയ്യുമ്പം ആ ഇലക്ട്രോൺസും ഹോൾസും കൂടി റീകമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ അയോൺസ്, ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും അറ്റ് ദ ജംഗ്ഷൻ. ഓക്കെ, ഇപ്പം N മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് പോസിറ്റീവ് സൈൻ. ഓക്കെ, ഇനി P മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ. ഓക്കെ, ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് തിക്നെസ് കാണിച്ചേക്കുന്നത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ഡോപ്പിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടുത്തെ തിക്നെസ്. ഇപ്പം ഇവിടെ ഈ ഒരു വിഡ്ത്തിൽ 6 പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഡബിൾ വിഡ്ത്തിലാണ് ഇവിടെ 6 നെഗറ്റീവ് കിട്ടുക കറസ്പോണ്ടിങ്ങിൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു PN ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ, അവിടെയും സെയിം കണ്ടീഷൻ ആൻഡ് യു വിൽ ഗെറ്റ് നെഗറ്റീവ് ഇങ്ങനെ ആൻഡ് ഇപ്പുറത്ത് പോസിറ്റീവ്. ഇവിടെ കുറച്ചുകൂടെ ലൈറ്റ്ലി ഡോപ്ഡ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തിക്നെസ് പിന്നെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ ചാർജ് സെയിം 6 തന്നെയാണ്, കറസ്പോണ്ടിങ് ടു ദ 6 നെഗറ്റീവ് ചാർജസ് ഓൺ ദ P സൈഡ്. ഓക്കെ, ഇനി ആസ് എ റിസൾട്ട് ഓഫ് ദീസ് അയോൺസ് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടും വിച്ച് വിൽ ബി ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇസ് ഫ്രം N to P. അതേപോലെ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് അഗെയിൻ N to P. അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ്സ് കിട്ടി ഇൻറ്റേർണൽ. ഇനി നമുക്കൊരു BJTനെ ബയസ് ചെയ്താലുള്ള കണ്ടീഷൻ കാണാം. ഇപ്പോൾ വി ഹവ് ഓൾറെഡി ഡിസ്കസ് ദറ്റ് ഒരു ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസും ആൻഡ് ഈ കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയസും ചെയ്യണം. അപ്പോൾ ബയസിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫോർവേഡ് ബയസ് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന ബാറ്ററി ഈ ഡയറക്ഷൻ. ഓക്കെ, ഇനി റിവേഴ്സ് ബയസ് ആവണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ഇൻറ്റേർണൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ. ഓക്കെ, ഈ കൊടുത്ത ബയസിങ് കാരണം ഇൻറ്റേർണലി എന്തൊക്കെ പ്രോസസ്സസ് നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണല്ലോ ഈ ജംഗ്ഷൻ. അപ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വെച്ചാൽ വെരി തിന്ന, ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ. ഇനി ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വെച്ചാൽ വലുതായിരിക്കും. ഓക്കെ, ബിഗ് ഡിപ്ലീഷൻ റീജിയൻ. ഇനി ഇതൊരു N ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസാണ്. ഈ ഒരു നെഗറ്റീവ് പ്ലേറ്റ് കാരണം ഈ ഇലക്ട്രോൺസ് എല്ലാം റിപ്പെല്ലാവും. ഈ ഇലക്ട്രോൺസ് വിൽ ബി പുഷ്ഡ് ടുവേർഡ്സ് ദിസ് ജംഗ്ഷൻ. പക്ഷേ ഈ ജംഗ്ഷനിലെത്തുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റൈറ്റിലോട്ട് ടുവേർഡ്സ് P. ഇലക്ട്രോൺസ് വിൽ ടെൻഡ് ടു മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോൺസിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം വന്നിട്ട് ഈ ജംഗ്ഷനിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ആവും. ഓക്കെ, ഇനി ഈ ജംഗ്ഷനിൽ അക്യുമുലേറ്റ് ആകുമ്പം ഈ ഒരു റീജിയൻ എന്ന് വെച്ചാൽ ഒരു P ടൈപ്പ് മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്തോ വെരി ലോ. ഓക്കെ, അങ്ങനെ ഒരു മെറ്റീരിയലിൽ ഒരു സൈഡിൽ മാത്രം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പം ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടായി. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണം ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം ഡിഫ്യൂസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് എത്തും. ഓക്കെ, ബട്ട് ആസ് സൂൺ ആസ് ദേ റീച്ച് ദിസ് സൈഡ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവരെ പുള്ള് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് എത്തിക്കും. അതെന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസ് ടെൻഡ് ടു മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഇലക്ട്രോൺസ് അപ്പുറത്തെത്തി. ഇനി ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട് വിച്ച് വിൽ അട്രാക്ട് ദീസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് പുറത്തിറങ്ങും ടുവേർഡ്സ് ദ വയർ. ഇനി ഫോർ എവറി ഇലക്ട്രോൺ ദാറ്റ് ലീവ്സ്
കറസ്പോണ്ടിംഗ്ലി ഒരു ഇലക്ട്രോൺ വിൽ എൻറ്റർ ദി എമിറ്റർ റീജിയൻ. ഓക്കെ, ഇനി ഈ ഒരു സ്ഥലത്ത് റീകോമ്പിനേഷൻ ഒന്നും നടക്കുന്നില്ല എങ്കിൽ ഈ ഇലക്ട്രോൺസ് എൻറ്ററിങ്ങും ഇലക്ട്രോൺസ് ലീവിങ്ങും ഈക്വൽ ആയിരിക്കും. പക്ഷേ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദർ വിൽ ബി എ സ്ലൈറ്റ് ഡിഫറൻസ്. അപ്പോൾ ഈ കറണ്ട് എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ കളക്ടർ കറണ്ട്, ഇത് ഓപ്പോസിറ്റ് എമിറ്റർ കറണ്ട്. ഇനി റീകോമ്പിനേഷൻ കാരണം ഉണ്ടാകുന്നത് ഒരു ബേസ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ റീകോമ്പിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐ സിനെ അപ്രോക്സിമേറ്റ്ലി മോർ ക്ലോസ് ടു ഐ ആക്കണമെങ്കിൽ നമ്മൾ ഈ ഐ ബിയുടെ വാല്യൂ കുറയ്ക്കണം, അതായത് റീകോമ്പിനേഷനെ കുറയ്ക്കണം അല്ലേ. അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബേസ് വിഡ്ത്തിനെ കുറയ്ക്കും. ബേസ് വിഡ്ത്ത് കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്തുവാ, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷനിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ദ ഗ്രേഡിയൻറ്റ് വിച്ച് ഇസ് dN/dx. അപ്പം ഈ വിഡ്ത്ത് കുറയ്ക്കുമ്പം ഈ dx എന്ന് പറയുന്ന വാല്യൂ ഇസ് ഗോയിങ് ടു ഡിക്രീസ്. അപ്പോൾ dx ഡിക്രീസ് ആകുമ്പം ദ ഹോൾ വാല്യൂ, ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ ഇസ് ഗോയിങ് ടു ബി ലാർജ്. അപ്പം ലോവർ ദ വിഡ്ത്ത് ലാർജർ വിൽ ബി ദ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഹൈ ആകുമ്പം ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ട് നടക്കണം, എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ടായിരിക്കും ഡിഫ്യൂസ് ആവുക. അപ്പോൾ ഫാസ്റ്റായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് റീകമ്പൈൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ഹൗ റീകോമ്പിനേഷൻ ഈസ് ഗോയിങ് ടു ഡിക്രീസ്.